ഹായ്, ഞാൻ സജില. അമേസിങ് ഫെറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലാന്റ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് സ്റ്റാൻഡാണിത്. അപ്പോൾ നമ്മളിത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് 2 PVC പൈപ്പാണ്. 2 കഷ്ണം PVC പൈപ്പാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 3/4 മീറ്ററുള്ളൊരു പൈപ്പും പിന്നെ ഏകദേശം 1/2 മീറ്റർ ഹൈറ്റുള്ള രണ്ട് പഴയ പൈപ്പിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. അത് വീട്ടിലുള്ളതാണ്. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പൈപ്പിൻ്റെ ഒരറ്റം നമ്മൾ ഒരു കമ്പി ചൂടാക്കിയിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരറ്റത്ത്. അപ്പോൾ ഇതിലൂടെ ഒരു കമ്പിയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ ആ സ്റ്റാൻഡ് നന്നായിട്ട് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ സിമെൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സിമെൻറ്റും മണലും ഒരേ അനുപാതത്തിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു പഴയ ചെറിയൊരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ബക്കറ്റിൻ്റെ അടിഭാഗത്താണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് അടിഭാഗത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഓയിൽ മിനുക്കി കൊടുക്കുക. അതിനുശേഷം ഈ PVC പൈപ്പിൻ്റെ അറ്റത്ത് 2 ഹോളിട്ടിട്ട് ചെറിയ 2 കഷ്ണം കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഈ ബക്കറ്റിലോട്ട് ഇറക്കി വയ്ക്കുക. ഈ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് ഏകദേശം ഒരു 2 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുള്ളത്. അത്രയാണ് നമ്മൾ ഈ പ്ലാന്റ് സ്റ്റാൻഡിൻ്റെ കട്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം 2 ഇഞ്ച് കനത്തിൽ ആണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സിമെൻറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഇനി ഇത് ഈ സ്റ്റാൻഡ്, അതായത് PVC പൈപ്പ് ഇളകി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനൊന്ന് ഉറപ്പിച്ച് നിർത്തുകയാണ്. ഇനി ഇത് സെറ്റാവാൻ വയ്ക്കാം. നമുക്ക് ഒരു 24 മണിക്കൂർ നമ്മളിത് സെറ്റാവാൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ ഇതിന്ന് അടർന്ന് കിട്ടും. ഒന്ന് തട്ടി കൊടുത്തപ്പോഴേക്കും തന്നെ ഇതിൽ നിന്നും ഇത് അടർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് 2-3 ദിവസം ഇതിനെ വെള്ളത്തിലിറക്കി വയ്ക്കാം. അപ്പോൾ ഇതേപോലുള്ള 2 PVC പൈപ്പിൻ്റെ 2 സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് 2 എണ്ണം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു 3-4 ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതുപോലുള്ള 2 എണ്ണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റാൻഡിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിലാണ്. വട്ടത്തിലുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ സിമെൻറ്റും മണലും കൂടെ മിക്സ് ചെയ്യാം. സിമെൻറ്റും മണലും ഒരേ അനുപാതത്തിലെടുത്തു. അതിലേക്ക് കുറച്ച് മെറ്റലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മെറ്റലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് നല്ല ഉറപ്പുണ്ടാവും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ലൂസിലാണ് എടുത്തിട്ടുള്ളത്. ഈ പാത്രത്തിൽ നമ്മൾ അടിഭാഗത്ത് നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുക. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഏകദേശം 2 ഇഞ്ച് കനത്തിലാണ് ഉണ്ടാക്കുന്നത്. 2 കഷ്ണം കമ്പി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ PVC പൈപ്പിൻ്റെ അറ്റത്ത് നമ്മൾ ഹോളിട്ടിട്ട് ഈ കമ്പി അതിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ 2 പൈപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് ആണ് ഈ കമ്പി ഇട്ട് കൊടുക്കുന്നത്. കമ്പി ഉണ്ടെങ്കിൽ അത് നമ്മുടെ നല്ല സെറ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കമ്പി ഇതേപോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഹോളിട്ടിട്ട് കമ്പി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നല്ല ഉറപ്പിലിരിക്കും. അതായത് ഊരി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, PVC പൈപ്പ് ഊരി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കഷ്ണം കമ്പിയും കൂടെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്പി ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കമ്പി വേണമെന്ന് നിർബന്ധമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ സിമെൻറ്റും മണലും എല്ലാം മിക്സ് ചെയ്തത് ഇതിൽ ചേർത്ത് കൊടുക്കുക. അടിഭാഗത്ത് 2 ഇഞ്ച് കനത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതിന് അവിടെ ഉറപ്പിലിരിക്കുന്നതിന് വേണ്ടിയിട്ട് കല്ലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. നമ്മളൊരു ചുമരിൻ്റെ അരികിലാണ് കൊണ്ടുവച്ചത്. അതുകൊണ്ട് മോൾ ഭാഗം അവിടെ ചാരി നിർത്താൻ പറ്റിയിട്ടുണ്ട്. 24 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ കല്ലും
ഇതൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 24 മണിക്കൂറിന് ശേഷം നമ്മളത് ഇളക്കി എടുക്കുന്നില്ല. കോൺക്രീറ്റ് ആയതുകൊണ്ട് അത് കുറച്ച് ദിവസം അത് ഉറക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിന്ന് ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റുകയാണ്. കോൺക്രീറ്റ് ആയതുകൊണ്ടാണ് 10 ദിവസം നമ്മൾ വെച്ചിട്ടുള്ളത്. സിമെൻ്റ് ആണെങ്കിൽ 2-3 ദിവസം മതി. ഇനി നമ്മളത് നന്നായി ഡ്രൈ ആയതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്ലാന്റ് സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡാണ്. താങ്ക് യു.